കുടുംബസംഗമങ്ങൾ ഇന്ന് വ്യാപകമായി തന്നെ സംഘടിപ്പിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത്. എന്നാൽ എല്ലാ കുടുംബസംഗമങ്ങളുടെയും താല്പര്യം ഒന്നാവണം എന്നില്ല. ഈ കുടുംബസംഗമം എന്തിന് വിളിച്ചു ചേർക്കപ്പെട്ടു എന്നതിനെ ആധാരമാക്കിയാണ് ഇതിൻ്റെ ഒരു സ്വീകാര്യതയെ നമ്മൾ കാണേണ്ടത്. ഇന്ന് രണ്ട് തരത്തിലാണ് ഇങ്ങനെയുള്ള കുടുംബസംഗമങ്ങളൊക്കെ വിളിച്ചു ചേർക്കുന്നത്. ഒന്ന്, ഞങ്ങളൊരു വലിയ ആളുകളാണ്, നമ്മുടെ പ്രൗഢി കാണിക്കാൻ, ഞങ്ങളിവിടെ ആകെ നാട് നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങളിവിടുത്തെ വമ്പന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചേരുന്ന കുടുംബയോഗങ്ങളും ഇല്ലാതില്ല. എന്നാൽ നമ്മളിവിടെ വിളിച്ചു ചേർത്തു. അധ്യക്ഷൻ്റെ സംസാരം ഞാൻ കേട്ടു. ചെറിയ വാക്കുകളിലാണെങ്കിലും ബഹുമാനായ അബ്ദുറഹ്മാൻ ഹാജി ഇവിടെ പറഞ്ഞു. ഒന്ന്, പ്രവാചകന്റെ തിരുവചനങ്ങളെ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം കുടുംബത്തെ ചേർത്ത് പിടിക്കലിൻ്റെ പ്രാധാന്യം. ചോരയെ തിരിച്ചറിയാൻ, കൂട്ടുകുടുംബത്തെ ഒന്നിച്ചു നിർത്താൻ നടത്തുന്ന പരിശ്രമം തെറ്റല്ല. ഇപ്പം നമ്മൾ നല്ല സൗകര്യമുള്ള ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവും. സമ്പത്ത്, നല്ല വിദ്യാഭ്യാസം, നമ്മളുടെ പ്രശസ്തി, അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും. എന്നാൽ എല്ലാവരും സമ്പത്തുള്ളവരോ, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരോ, എല്ലാവരും നന്നായി അറിയപ്പെടുന്നവരോ അല്ല. അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവും. എല്ലാവരും നല്ല ആരോഗ്യവാന്മാരാകണമെന്നില്ല. രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാകും. നാട്ടിൽ പൊതുവെ ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ടാകും. അവിടെയാണ് ഈ കുടുംബസംഗമത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ കാണേണ്ടത്. സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകൾ ഈ കുടുംബത്തിൽ അനവധി ആളുകളുണ്ട്. എന്നാൽ ജീവിതം വളരെ പ്രയാസപ്പെട്ട് തട്ടി നീക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇന്ന് പൊതുവെ തന്നെ നാട് ദാരിദ്ര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ദാരിദ്ര്യവൽക്കരണം, സർക്കാർ ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ തുടച്ച് നീക്കി എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ സത്യത്തിൽ ദാരിദ്ര്യവൽക്കരണം നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്നുണ്ട്. ദാരിദ്ര്യവൽക്കരണം നടക്കുന്നത് എങ്ങനെ? ഇന്നത്തെ വരുമാനം കൊണ്ട് ഇന്നത്തെ ഒരു ജീവിതം കഴിക്കാൻ കഴിയാതെ വരിക. 500 രൂപ എന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 1000 രൂപ എന്ന് വരുമാനം കിട്ടും ജോലി ചെയ്താൽ. എന്നാൽ 1500 രൂപ ചിലവാക്കേണ്ട ഒരു ഘട്ടം വരികയാണ്. ആ കുടുംബം 500 രൂപ കടക്കാരനായി മാറുകയാണ്. ഇങ്ങനെയാണ് ദാരിദ്ര്യവൽക്കരണം നടക്കുന്നത്. നേരെ മറിച്ച് 1000 രൂപ വരുമാനമുണ്ട്, 750 രൂപ ഒരു ദിവസത്തെ നമുക്ക് ആവശ്യം നിറവേറും, 250 ബാക്കിയാക്കാൻ സാധിച്ചു. അവനിങ്ങനെ ഏകദേശമൊക്കെ നന്ന ഒപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു കുടുംബമാണ്. എന്ന് വെച്ചാൽ വിലക്കയറ്റം, അമിതമായ ചെലവ്, ഇപ്പം മരുന്നിന് വലിയ ചെലവ് കൊടുക്കേണ്ടി വരികയാണ്. കുട്ടികളുടെ ഉടുപ്പിന് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി, വീടിന് വേണ്ടി ഒക്കെ വലിയ ധനം ചെലവാക്കേണ്ടതായി വരുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ. ഒരാൾക്ക് ചിലപ്പം വീടുണ്ടാക്കാൻ അവൻ്റെ സ്വന്തം വരുമാനം കൊണ്ട് കഴിയണമെന്നില്ല. അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. എനിക്ക് ഇന്നെ പോലെ ഉണ്ടായിക്കൂടെ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല വിചാരിക്കണം. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട്, ഞാനും അടിയാട്ടിൽ കുടുംബക്കാരൻ തന്നെയല്ലേ, ഞാൻ എൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ഞാനിങ്ങനെ വലിയ കച്ചവടക്കാരനായി, വലിയ വരുമാനക്കാരനായി, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഓനിക്കെന്തേലും ഓൻ വെറുതെ നോക്കി നടക്കുന്നതിനെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഓനെ കൈ പിടിച്ച് ഉയർത്താൻ നമ്മൾ സന്നദ്ധമാകണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ ശോഷിച്ചു പോയ ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർ ഉയർത്തിക്കൊണ്ടുവരാനും ശരാശരി ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുവാനും ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ വേദി കൂടി ആവണം ഈ കുടുംബസംഗമങ്ങൾ. ഇപ്പം നമ്മുടെ കൈവിരൽ എല്ലാം ഒരുപോലല്ല. എന്നാൽ ഇത് നല്ല സൗന്ദര്യമാണ്. എൻ്റെ കയ്യിൽ ഭയങ്കര സൗന്ദര്യം കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്നാൽ ഇത് ഈ വിരലുകൾ വ്യത്യസ്ത വലുപ്പത്തിലും വ്യത്യസ്ത രൂപത്തിലുമൊക്കെ ആകുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ സൗന്ദര്യം വരുന്നത്. ഈ കുടുംബത്തിൻ്റെ സൗന്ദര്യം അങ്ങനെ തന്നെയാണ്. ഉള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, പഠിപ്പുള്ളവനുണ്ട്, പഠിപ്പ് കുറഞ്ഞവനുണ്ട്, നല്ല അധ്വാനിക്കുന്ന ആളുകളുണ്ട്, അധ്വാനിക്കാതെ തന്നെ ജീവിതം കഴിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ ജീവിതം പ്രയാസപ്പെട്ട് നീക്കേണ്ടി വരുന്നവർ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ ഈ കുടുംബസംഗമങ്ങൾ വഴി കാരണമായി അതിന് ഉപയോഗപ്പെടും. നിങ്ങളുടെ സമ്പത്ത് അതിനും കൂടി ഉള്ളതാണ്. സമ്പത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവില്ല, ആരോഗ്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവില്ല, വിദ്യാഭ്യാസം ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ സുലൈമാൻ മേപ്പൂത്ത് ഒരു യുവ പണ്ഡിതൻ, നമ്മുടെ ഒരു അഭിമാനിക്കാവുന്നൊരു പണ്ഡിതനാണ്. നമുക്കൊക്കെ അഭിമാനിക്കാം. വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി
നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൻ്റെ കുട്ടിയാണല്ലോ, നമ്മുടെ ഇടയിൽ ജനിച്ചു വളർന്ന ആളാണ്. തൻ്റെ പരിശ്രമം കൊണ്ട് നേടിയ വൈജ്ഞാനികമായ കരുത്ത് ലോകത്തിൻ്റെ വിവിധ വേദികളിൽ പോയി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരോഗ്യവും അറിവും ഉപയോഗപ്പെടുത്തുന്ന ഒരു മഹൽ വ്യക്തിയാണ് സുലൈമാൻ സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സിനെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു കുറേ നല്ല അറിവ് കൊടുത്തു. അതുപോലെ അറിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ആലിമ്യങ്ങളുടെ പണി എന്താ? അറിവിങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കലല്ല, ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നല്ല ആരോഗ്യമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. ഓനിങ്ങനെ ഗുസ്തി പിടിച്ചും ശരീര സൗന്ദര്യത്തിന് പോകാൻ വേണ്ടി മാത്രമായി ഓൻ്റെ ആരോഗ്യത്തെ ഒതുക്കി നിർത്തണം, പാടില്ല. ആ ആരോഗ്യം തളർന്നവനെ കൈപിടിച്ച് ഉയർത്താനുള്ളതാണ്. ഒരു കൈ സഹായം വേണ്ടടുത്ത് അത് സംഭാവനയായി കൊടുക്കാനും അവന് ഉത്തരവാദിത്തമുണ്ട്. എല്ലാവരും ഏറ്റെടുക്കാനും കൈപിടിച്ച് ഉയർത്തുവാനും അവൻ്റെ ആരോഗ്യത്തെ അവന് ഉപയോഗപ്പെടുത്തണം. സമ്പത്ത് അങ്ങനെ തന്നെ. സക്കാത്തൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. എന്നാലൊരു ഗജാഞ്ചിയായി നിങ്ങൾ അള്ളാഹു ഈ കുടുംബത്തിൽ കുറേ ഗജാഞ്ചിമാരുണ്ടാക്കിക്കാണ്. ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റിക്ക് ഒരു ഗജാഞ്ചി ഉണ്ടാവും. ഗജാഞ്ചിക്ക് കുറേ പൈസ സൂക്ഷിക്കുന്ന അയാളാണ്. ആ പൈസ അയാളെ സ്വന്തം കാര്യത്തിനുള്ള എല്ലാ കമ്മിറ്റിക്ക് മൊത്തം ചിലവാക്കേണ്ടതാണ്. എന്നുപോലെ അള്ളാഹു ചില ഗജാഞ്ചിമാരെ നമ്മളെ ഇടയിൽ ഉണ്ടാക്കുകയാണ്. ആ പണം നിങ്ങൾക്ക് മാത്രം വിനിയോഗിക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പോകണ്ട. ഞാൻ സക്കാത്തൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ ഒട്ടിച്ചിങ്ങനെ നെഞ്ചത്തിങ്ങനെ അടുപ്പിച്ച് വെക്കാനുള്ളതാണ് ഈ സമ്പത്ത് എന്ന് കരുതണ്ട. അത് എല്ലാവർക്കും വിനിയോഗിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എല്ലാവർക്കും കൂടി ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ വിതരണവും സൂക്ഷിപ്പും നിങ്ങൾക്കാണ്. സൂക്ഷിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ വിനിയോഗം പോലും നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ്. സമ്പത്ത് ആരും കൊണ്ടുപോകില്ല. എല്ലാവരും 3 കഷ്ണം തുണിയെ കൊണ്ടുപോകുള്ളൂ. 3 കഷ്ണം തുണിയെ എല്ലാവരും കൊണ്ടുപോകുന്നുള്ളൂ. അതിനെത്ര വില ഉണ്ടെന്ന് നമുക്കറിയാം. അത് ബാക്കി സമ്പത്ത് നമ്മൾ വിട്ടേച്ച് പോവുകയാണ്. വിട്ടേച്ച് പോകണ്ട. ചില ഈ സമ്പത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഈ സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. അത് കിട്ടിയ ആൾ ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ അത് അവിടെ കിട്ടും. അവിടെ പിൻവലിക്കാൻ നിൽക്കാതെ ഇവിടെ നിക്ഷേപിച്ചാൽ അവിടെ പിൻവലിക്കാം. അപ്പൊ ഈ സമ്പത്ത് അതിനാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശോഷിച്ച കുടുംബങ്ങളുണ്ടോ നോക്കുക. നല്ല ബുദ്ധി വിവരമൊക്കെ ഉള്ള നല്ല കഴിവുള്ള കുട്ടികൾ, പ്രതിഭാശാലികളായ മക്കളുണ്ട്. പണം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ കുടുംബങ്ങൾ നിങ്ങളുടെ അടിയിലുണ്ടാവും. ഉണ്ടോയെന്ന് പരിശോധിക്കാം. ഇപ്പം നിലമ്പൂരിൽ നിന്ന് വന്ന കുടുംബം അവിടെ ഉണ്ട്, എടയൂർക്കാർ ഇവിടെ ഉണ്ട്. ദൂരമുള്ള ഇപ്പം ഞാൻ കണ്ട് പരിചയപ്പെട്ട് 2 അതാണ്, നിലമ്പൂരിൽ നിന്നുള്ള ആളും എടയൂരിൽ നിന്നുള്ള ആളും. അപ്പോൾ അന്വേഷിച്ചിട്ട് അവിടെ വളരെ പ്രയാസപ്പെട്ട് പരസഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു അടിയാട്ടിൽക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ സമ്പത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾ അതിനോട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ നിങ്ങളെ സമ്പത്ത് അവർക്കൊക്കെ എത്തിക്കണം. അപ്പോൾ അതിനായിരിക്കണം കുടുംബസംഘം. അല്ലാതെ ഞങ്ങളിത് കുടുംബസംഘം കൂടി ഇവിടെ വലിയ കുടുംബം ഞങ്ങളാട്ടോ എന്ന് വിളിച്ചു പറയാനല്ല. ഇതിനു വേണ്ടി പരസ്പരം തിരിച്ചറിയാൻ, രക്തബന്ധത്തിൽ പിറന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ, ഒരുമിച്ച് കാണാൻ, ഒരുമിച്ച് നിൽക്കാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു വേദിയായി ഇതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അപ്പം ഇങ്ങനെ ആയിരിക്കണം. അതിനെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പിന്നെ ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുക, കുടുംബങ്ങൾ, മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത്, സ്നേഹിതൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് സുബൈസ്കരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഉള്ള ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ചോദിച്ചപ്പോൾ പള്ളിക്കൊന്നും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുറ്റത്ത് നിൽക്കുക. ഞാൻ കുറേയുമ്പോൾ കയറ്റി ഇരുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് കരയാൻ തുടങ്ങി. എന്തിനു കരയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 2 ദിവസമായിട്ട് മോളെ കാണാനില്ല എന്ന് പറഞ്ഞു. 2 ദിവസമായിട്ട് മോളെ കാണാനില്ല എന്ന്. അപ്പോൾ എവിടെ പഠിച്ചിരുന്നു? വളാഞ്ചേരി കോളേജിലാണ്, MS കോളേജിലാണ്. ഞാൻ ഓളെ കാര്യങ്ങളും ഓൻ്റെ സ്വഭാവവും ഓളെ പെരുമാറ്റ രീതികളൊക്കെ ചോദിച്ചു തുടങ്ങി. ആ പറഞ്ഞ് നല്ല കുട്ടിയാണ്, ഓള് തഹജ്ജുദ് നിസ്കരിക്കും. കാണാതായ അന്ന് ഓള് തഹജ്ജുദ് നിസ്കരിച്ചിരിക്കണം. ഇന്നെ വിളിച്ചുകൊണ്ടിരുത്തൽ ഓളാണ്, ഉമ്മാനെയും വിളിച്ചുകൊണ്ടിരുത്തൽ ഓളാണ്. ഓള് വിളിച്ചുകൊണ്ടിരുത്തി ഞാൻ പള്ളിക്കെന്ന് വരുമ്പോഴേക്ക് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെക്കൽ ഓളാണ്. എന്നിട്ട് ഓള് കുളിച്ചൊരുങ്ങി ഓള് കോളേജിലേക്ക് പോകൽ. ഓളെ വേഷവിധാനം ചോദിച്ചു. അതൊക്കെ വളരെ നല്ല അദബിലും അച്ചടക്കത്തിലുമാണ് എന്നൊക്കെ പറഞ്ഞു. ബാപ്പ മകളെ പറ്റി അഭിമാനം കൊണ്ടു.
പിന്നെന്താ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? വല്ല പ്രേമബന്ധമോ കുടുംബത്തിൽ ആരെങ്കിലും ഏറ്റവും അടുപ്പുണ്ടായിരുന്നോ? കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടെ ഏതെങ്കിലും ചെറുക്കനായിട്ട് പ്രേമം അങ്ങനെ പോയിട്ടുണ്ടോ? എൻ്റെ മോളെ ഇനി തയ്യാറാവില്ല, അങ്ങനെ പോകില്ല എന്ന് പറഞ്ഞു. അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷിച്ചു, സ്റ്റേഷനിൽ പറഞ്ഞു, ഒരു പിടുത്തം കിട്ടിയില്ല. പക്ഷേ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നു, നല്ല മക്കനും വേഷവും ഒക്കെ ഗംഭീരമായി വേഷത്തിൽ പോകുന്ന മോള് ആ തട്ടം മാറ്റി 4 ദിവസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് തളി ക്ഷേത്രത്തിന് മുമ്പാകെ വളാഞ്ചേരിയിൽ ഒരു പയ്യന്റെ കൂടെ വിവാഹിതരായി മാല ചാർത്തി നിൽക്കുന്ന ചിത്രം ആ കുടുംബത്തിനും നമുക്കൊക്കെ കാണാൻ ഇടവരികയാണ്. നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, എല്ലാം ബാപ്പി മക്കളൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മക്കളെ കൂടെ നിങ്ങൾ യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ കൂടെ യാത്ര എന്ന് പറയുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കൂടെ ഉണ്ടാകണമെന്നല്ല, അവരിങ്ങനെ വളരുകയാണ്. ആ വളർച്ചയിൽ നിങ്ങൾ അവരെ കൂടെ ഉണ്ടാകണം. ഏറ്റവും അടുത്ത ചങ്ങാതിമാർ നിങ്ങളായിരിക്കണം, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. നിങ്ങൾക്ക് അവരുടെ മേൽ ഒരു ചരടുണ്ടാവണം, ഒരു ചരട്, ഒരു ബന്ധം, ഒരു കയറ് കെട്ടി ഇങ്ങനെ പിടിക്കണം അവരെ. പണ്ടിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾക്ക് വരുമ്പോൾ കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ മുടി കെട്ടാൻ കഴുത്തിൽ ഒരു ചരട് കെട്ടുമായിരുന്നു. ചരട് കഴുത്തിൽ. നിങ്ങൾ കണ്ടിക്കണമെന്ന് അറിയില്ല, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായി, മുതിർന്നവർക്കറിയാം. നിങ്ങൾ ചിരിക്കണ എനിക്ക് മനസ്സിലായി, കെട്ടിയിരുന്നില്ലേ? ഒരു ചരട് ഇങ്ങനെ അരിയിൽ, അതിങ്ങനെ മുടി ഇങ്ങനെ കെട്ടുമല്ലോ, മുണ്ട് താഴ്ത്തി തെച്ചിരി പിന്നെ മുണ്ടിടും. അത് മുടി കെട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ മാമാര് കാണിച്ചു കൊടുത്തൊരു രീതിയാണ്. അങ്ങനെ ഒരു കയറ് കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്നേഹത്തിൻ്റെ ഒരു സ്വർണ്ണ നൂല് കൊണ്ട് മക്കൾ അരിയിൽ ഒരു കയറിങ്ങനെ കെട്ടിപ്പിടിക്കണം, ഒരു കാണാ ചരട്. അതെങ്ങനെ പെട്ടെന്ന് പോയി ഇന്ന് കെട്ടാൻ നിൽക്കണ്ട. സ്നേഹം കൊണ്ട് നെയ്തെടുത്ത കയറ് ബന്ധിപ്പിച്ച് കുട്ടിക്കാലം മുതൽക്ക് അവൻ്റെ കൂടെ അവളുടെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ കയറ് പൊട്ടാതെ ഓന് സൂക്ഷിക്കും, നിങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിയും. ഓൻ ദുബായിലാണെങ്കിലും ആ കയറിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് ശ്രദ്ധിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കളെ ശ്രദ്ധിക്കുക. ആ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവന്നില്ല എങ്കിൽ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. ഇന്നലത്തെ പത്രം വായിച്ചില്ലേ? ബാപ്പാക്ക് മകന്റെ കയ്യിൽ നിന്ന് അടികിട്ടി അവശനായി ആശുപത്രിയിലാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട്. നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മകൻ ഉമ്മാനെ കൊന്നു. മകന് കൊടുത്ത മൊഴി നമ്മൾ വായിച്ചു. ഉമ്മ എന്നെ ഗർഭം ധരിച്ചതിന് കൊടുത്ത ശിക്ഷയാണ് ഇത് എന്ന് ഒരു മോന് പറയുകയാണ്. ഉമ്മ മറ്റു വീടുകളിൽ പോയി പാത്രം കഴുകി ജീവിക്കുന്ന ഉമ്മ, അങ്ങനെ വളർത്തിയെടുത്ത മോന്, ആ മോനാണ് ഉമ്മാനെ കൊന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞത്. തിരുവനന്തപുരത്തെ മുസ്ലിം കുട്ടിയാണ്, മുസ്ലിം കുടുംബം. 5 ആളുകളെ കൊന്നു. ഒരുത്തൻ 5 ആളെ കൊന്നു. ആ വീട്ടിൽ ഞാൻ പോയപ്പോ ഈ പെൺകുട്ടിയുടെ പിതാവ് ആ വീട്ടിലാണ് പോയത്. മറ്റേ ഇവന്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും മരിച്ചു. ഉമ്മ ആശുപത്രിയിലാണ്. ഉമ്മി മരിച്ചു എന്നാണ് അവന്റെ ധാരണ. പാപ്പ ഗൾഫിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ആ വീട് അടച്ചു കിടക്കുന്നതുകൊണ്ട് അവിടെ ഉള്ളവർ പറഞ്ഞു ആ പെൺകുട്ടിയുടെ വീട് ഇപ്പുറത്താണ് എന്ന് പറഞ്ഞു. അവിടെ നിന്നൊന്ന് പോകാമെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ പോയി. പെൺകുട്ടിയുടെ മാപ്പ ഇങ്ങനെ കൊലായിൽ മുറ്റത്തേക്ക് കാലിട്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ പെൺകുട്ടി മടിയിലിരിക്കുന്നുണ്ട്, ഒരു 1.5-2 വയസ്സിൻ്റെ പ്രായം തോന്നുന്നത്. ഞാൻ അടുത്ത് ചെന്ന് ആശ്വസിപ്പിച്ചു. അവിടെ ഇങ്ങനെ ഇരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ആ കുട്ടികൾ അവിടെ കൂടിയ ആളുകൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവന് മയക്കുമരുന്നിൻ്റെ എത്ര കാലമായി നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അവനെ? ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ അവിടെ എല്ലാ ആൾ പറയാണ് ഓന് മാത്രമല്ല ഓളും അതിൻ്റെ ആളാണ്. ഈ പെൺകുട്ടിയും അവൻ്റെ കാമുകി ഓളും മയക്കുമരുന്നിന് അടിമപ്പെട്ട് കുട്ടിയെന്നാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പം അന്ന് രാവിലെ 11 മണിക്ക് ബൈക്കേറ്റ് വന്നപ്പോൾ ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ്റെ ബൈക്കമ്മ കയറി പോവുകയാണ്. ബാപ്പിമ്മിൻ്റെ മുമ്പിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പം മക്കളെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ സംസ്കാരം അനുസരിച്ച് വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ നാളെ വലിയ ഖേദത്തിന് ഇടവരും.
അതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ സ്റ്റേജിലുണ്ട്. ഇവർ നായകന്മാരായിട്ടുള്ള മുതിർന്നവരായി നിൽക്കുന്ന കാരണവന്മാരായി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നാളെ ഒരു ദുഃഖം വരാതിരിക്കാൻ, നാളെ ഒരു അപകടം വരാതിരിക്കാൻ മക്കളെ സംസ്കാര സമ്പന്നരായി നമ്മൾ വളർത്തിയെടുക്കണം. സ്കൂളിലെ അധ്യാപകനല്ല, സ്കൂളിലെ ടീച്ചറല്ല, മാസ്റ്ററല്ല കുട്ടികളുടെ സംസ്കാരം പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. ഉമ്മാൻ്റെ മടിത്തട്ടിൽ നിന്നാണ് സംസ്കാരം പഠിച്ചു തുടങ്ങേണ്ടത്. ബാപ്പാനെ കണ്ടാണ് കുട്ടി സംസ്കാരം പഠിക്കേണ്ടത്. നാം എങ്ങനെയാണോ ജീവിക്കുന്നത് അതിൻ്റെ ഒരു പടിയും കൂടി പുറത്ത് ചാടാനാണ് മകൻ നോക്കുക, മകൾ നോക്കുക. അപ്പം അതുകൊണ്ട് നാം മക്കളെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ മക്കളെ ഉന്നതരായി ഉയർത്തി നല്ല ധാർമ്മിക ബോധത്തോടു കൂടി ഇസ്ലാമിക ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ, വരും തലമുറയെ പരിവർത്തിച്ച് കൊണ്ടുവരുവാനും ഉള്ള നിയ്യത്ത് നമ്മൾ വെക്കുക, പരിശ്രമം നമ്മൾ നടത്തുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അതൊക്കെ ആവട്ടെ നമ്മുടെ ഒത്തുകൂടൽ.